പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:10. അവിടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ള ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അനേകം ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെങ്കിൽ, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ എന്തെന്നില്ലാത്തൊരു അഹങ്കാരം. നമുക്കറിയാം, മൂലപാപങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം യാക്കോബ് ശ്ലീഹായിലൂടെ പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി എന്ന് പറയുന്നത് എവിടെയും ദേവാലയത്തിൽ മാത്രമാണ്, അല്ല, കർത്താവ് നമ്മുടെ കൂടെ എല്ലായിടത്തും ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും, ബിസിനസ് മേഖലയിലാണെങ്കിലും, ടീച്ചിങ് പ്രൊഫഷനിലാണെങ്കിലും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പറയുന്നത് 24 മണിക്കൂറും ഒരു ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു എളിമ എന്ന് പറയുന്ന ഒരു കൃപ, പ്രിയ സഹോദരങ്ങളെ, എന്നിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കും, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. അതൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ആശീർവാദ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് താഴ്മയോടുകൂടി എല്ലാവരോടും, ഒരു ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, ആ താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതയല്ല, അതൊരു കൃപയാണ്. ആ കൃപയോടുകൂടി സംസാരിക്കുവാൻ, നമ്മുടെ അധികാരികളോട് സംസാരിക്കുവാൻ, നമ്മുടെ കീഴിലുള്ളവരോട് സംസാരിക്കുവാൻ. അതിൻ്റെ അർത്ഥം താഴ്മയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് ശാസനയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷെ എന്നാൽ പോലും ആ ഒരു മനസ്സിൻ്റെ വലിപ്പം, ഒരു മനസ്സിന് വലുപ്പമുള്ള വ്യക്തിക്ക് മാത്രമാണ് എളിമപ്പെട്ട് തൻ്റെക്കാൾ താഴെയുള്ളവരോടാണെങ്കിൽ പോലും വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ പെരുമാറാൻ പറ്റണമെങ്കിൽ അവന് എളിമ എന്ന കൃപ, അഹങ്കാരത്തിന് നേരെ വിപരീതമാണ് എളിമ. ആ എളിമ എന്ന കൃപയിൽ കർത്താവെ ഈ ആശീർവാദം നൽകുമ്പോൾ വേറെ ഒന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവെ, ഞങ്ങൾക്ക് എളിമയിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സഭാപിതാക്കന്മാർ പറയുക, പിശാചിന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ പിശാചിനും പറ്റും പ്രവർത്തിക്കാനായിട്ട്. അവനെ പറ്റാത്ത ഏക കാര്യം എന്നുള്ളത് അവന് എളിമപ്പെടാൻ പറ്റില്ല. ദൈവസന്നിധിയിൽ എളിമപ്പെടാനാണ് പറ്റില്ല. അഹങ്കാരിയാണവൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എളിമയിൽ വളരാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.